ഏനൽ സെക്സ് അഥവാ മലദ്വാരത്തിലൂടെയുള്ള സെക്സിൽ ഏർപ്പെടുന്നത് പൊതുവെ സ്വർഗാനുരാഗികളായ പുരുഷന്മാരാണ് എന്നാണ് പരക്കെയുള്ള ഒരു ധാരണ. എന്നാൽ സ്ത്രീ പുരുഷ ബന്ധങ്ങളിലും ഈ ഒരു ലൈംഗിക താല്പര്യം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് സമീപകാലത്ത് നടത്തിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതിന്റെ ഒരു പ്രധാന കാരണങ്ങളിൽ ഒന്ന് പോണോഗ്രഫിയുടെ ഒരു വ്യാപകമായിട്ടുള്ള സ്വാധീനമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിന്റെ അർത്ഥം ഏനൽ സെക്സ് ഉണ്ടായത് പോൺ കാരണമാണ് എന്നല്ല. മനുഷ്യർ സെക്സിൽ ഏർപ്പെട്ടിരുന്ന കാലം മുതൽ തന്നെ ഏനൽ സെക്സും ഉണ്ടായിരുന്നു. പല പുരാതന സംസ്കാരങ്ങളും ഏനൽ സെക്സിനെ കണ്ടിരുന്നത് ഒരു ഗർഭനിരോധന മാർഗമായിട്ടായിരുന്നു. കാരണം മലദ്വാരത്തിലൂടെ സെക്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ ചില സ്ത്രീകളും ആർത്തവ കാലത്ത് ഏനൽ സെക്സിന് താല്പര്യം കാണിച്ചിരുന്നു. പക്ഷേ ഇന്ന് പോണോഗ്രഫി വ്യാപകമായി മാറിയതോടുകൂടെ ഈ ഒരു ലൈംഗിക പ്രവൃത്തിക്ക് സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ കൂടുതൽ സ്വീകാര്യത വന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഈ ഏനൽ സെക്സ് എന്ന് പറയുന്നത് സ്വർഗാനുരാഗികളായ പുരുഷന്മാർ മാത്രം ചെയ്യുന്ന ഒരു ലൈംഗിക പ്രവൃത്തി അല്ല എന്നുള്ള സത്യം. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു പ്രധാന കാര്യം കൂടെയുണ്ട്. ഒരു ലൈംഗിക പ്രവൃത്തിക്ക് കൂടുതൽ സ്വീകാര്യത വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അത് സമൂഹത്തിൽ എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ സ്വീകാര്യമാകണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾ ഈ ചോറിൻ്റെ അകത്ത് തൈരും പഴവും പഞ്ചസാരയും ഒക്കെ ചേർത്ത് ഞെരടി ആസ്വദിച്ച് കഴിക്കുന്ന വ്യക്തികളെ കണ്ടിട്ടുണ്ടോ? ചിലർക്കത് കാണുമ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വരും. വേറെ ചിലർക്ക് അത് കാണുമ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കണം എന്നൊക്കെ തോന്നിയേക്കാം. അപ്പോൾ താല്പര്യങ്ങൾ തികച്ചും വ്യക്തിഗതമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഭക്ഷണം ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയെ നിർബന്ധിച്ച് കഴിപ്പിക്കാൻ ശ്രമിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിക്കുക. ഈ ഒരു തിരിച്ചറിവാണ് ഏനൽ സെക്സ് പോലെയുള്ള ചില ലൈംഗിക പ്രവൃത്തികളിലും ആവശ്യമായിട്ടുള്ളത്. ഈ ഒരു വിഷയത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് പല സ്ത്രീകൾക്കും ഏനൽ സെക്സിൽ ഏർപ്പെടാൻ ഇഷ്ടമില്ലാത്തതെന്നും അതിനെ പ്രേരിപ്പിക്കുന്ന അവരുടെ പങ്കാളികൾ എന്തൊക്കെയാണ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്നുമൊക്കെ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കാൻ ചേരുന്നത് അമേരിക്കയിലെ ചാപ്മാൻ യൂണിവേഴ്സിറ്റിയിലെ ഹ്യൂമൻ സെക്ഷുവാലിറ്റിയും ഹെൽത്ത് സൈക്കോളജി പ്രൊഫസറുമായ ആഷ്ലി വെല്ലറാണ്. അധ്യാപക ജോലിയോടൊപ്പം തന്നെ പ്രൊഫസർ വെല്ലറിന് വാട്ട്സ് യുവർ പൊസിഷൻ എന്ന പേരിൽ ഒരു പോഡ്കാസ്റ്റ് കൂടിയുണ്ട്. ലൈംഗികതയെപ്പറ്റിയും ബന്ധങ്ങളെപ്പറ്റിയും ജീവിതത്തെപ്പറ്റിയും ഒക്കെ വളരെ രസകരമായിട്ട് സംഭാഷണം നടത്തുന്ന ആ പോഡ്കാസ്റ്റിൻ്റെ ശ്രോതാക്കളിൽ ഒരു വലിയ വിഭാഗം ഇന്ത്യക്കാരാണ്. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി എഡ്യൂക്കേറ്ററും നോൺ മെഡിക്കൽ സെക്ഷുവൽ ഹെൽത്ത് കൺസൾട്ടൻറ്റുമാണ്. കുറച്ചുനാൾ മുമ്പ് എന്നെ 32 വയസ്സുള്ള ഒരു യുവതി ഫോൺ വിളിക്കുകയുണ്ടായി. തൻ്റെ പങ്കാളി തന്നെ ഏനൽ സെക്സിൽ ഏർപ്പെടാൻ വളരെയധികം നിർബന്ധിക്കാറുണ്ട് എന്നും അത് തനിക്ക് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു അനുഭവമാണ് ഉണ്ടാക്കുന്നത് എന്നുമൊക്കെയാണ് അവരെന്നോട് പറഞ്ഞത്. എന്നെ വിളിച്ചതിൻ്റെ കാര്യം ഞാൻ അവരുടെ ഭർത്താവിനോടൊന്ന് സംസാരിക്കണം എന്ന് പറയാൻ വേണ്ടിയായിരുന്നു. ഇത് കേൾക്കുന്ന പല പുരുഷന്മാർക്കും അറിയാവുന്നതുപോലെ ഈ പുരുഷന്മാരെ ലൈംഗിക കാര്യങ്ങളിൽ ഉപദേശിക്കാൻ നോക്കുന്നത് അവരുടെ പൗരുഷത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. എന്തു തന്നെയായാലും അങ്ങനെ ഒരു സംഭാഷണം നടന്നില്ല. പകരം ആ യുവതി എന്നോടൊരു വീഡിയോ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അതാണ് ഇത്. എന്തുകൊണ്ടാണ് ഏനൽ സെക്സിനോട് പല സ്ത്രീകൾക്കും ഒരു വിരക്തി ഉണ്ടാകുന്നത്? വിഷയത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം. ലൈംഗിക പ്രശ്നങ്ങളിൽ 90% പരിഹരിക്കുവാൻ നിങ്ങൾക്കൊരു ഡോക്ടറിൻ്റെയോ മരുന്നിൻ്റെയോ ഒന്നും സഹായം ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടത് ശരിയായ അറിവും എന്തുകൊണ്ടാണ് ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു മനസ്സിലാക്കി തരുന്ന ഒരു നോൺ മെഡിക്കൽ സെക്ഷുവൽ ഹെൽത്ത് കൺസൾട്ടേഷനും മാത്രം മതി. പക്ഷേ ഈ നോൺ മെഡിക്കൽ സെക്ഷുവൽ ഹെൽത്ത് ട്രെയിനിങ് എന്ന് പറയുന്നത് ഇന്നും ഡോക്ടർമാരോ സൈക്കോളജിസ്റ്റുകളോ ഒന്നും അവരുടെ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്ന ഒരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സേവനം നൽകുവാൻ അവർക്ക് സാധ്യവുമല്ല. ഈ ഒരു തിരിച്ചറിവ് ജനങ്ങളിൽ ഉണ്ടാക്കി അവർ പുറത്തു പറയാൻ മടി കാണിക്കുന്ന ലൈംഗിക പ്രശ്നങ്ങൾ നാണക്കേടോ കുറ്റബോധമോ അപമാന ഭയമോ ഒന്നും കൂടാതെ സ്വകാര്യതയിൽ സുരക്ഷിതമായിട്ട് മരുന്നുകളൊന്നും കൂടാതെ പരിഹാരം കണ്ടുപിടിക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് വിവോക്സിൻ്റെ സ്ഥാപിത ലക്ഷ്യങ്ങളിലൊന്ന്. പക്ഷേ ആ ഒരു ദൗത്യം വിജയിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഭക്ഷണത്തിലുള്ള താല്പര്യം പോലെ തന്നെ നമ്മുടെ ലൈംഗിക താല്പര്യങ്ങളും അക്വയർഡ് ആണ്, അതായത് ആർജിച്ചെടുക്കപ്പെടുന്ന ഒന്നാണ്. നമ്മുടെ സമൂഹം ഏനൽ സെക്സിനെ കാണുന്നത് ഒരു രതിവൈകൃതമായിട്ടാണ്. ഇത് നമ്മൾ ഇന്ന് ജീവിക്കുന്ന സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. അല്ലാതെ ഏനൽ സെക്സ് ശാസ്ത്രീയമായിട്ടും ചരിത്രപരമായിട്ടുമൊക്കെ ഒരു രതിവൈകൃതമായതുകൊണ്ടല്ല. അതുകൊണ്ടാണ് 2018 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സ്വർഗാനുരാഗത്തിനെതിരായിട്ട് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമം ഡീക്രിമിനലൈസ് ചെയ്തത്. പക്ഷേ നിയമം മാറിയതുകൊണ്ട് മാത്രം സമൂഹത്തിൻ്റെ 300 കൊല്ലത്തെ കാഴ്ചപ്പാട് ഒറ്റയടിക്ക് മാറത്തില്ല. അതിന് സമയമെടുക്കും. 8 കൊല്ലം എന്ന് പറയുന്നത് ഒരു കാലയളവല്ല. അതുകൊണ്ടാണ് ഇന്നും ഏനൽ സെക്സ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഒരു വിരക്തി ഉണ്ടാകുന്നത്. ഇത് നമ്മൾ നേരത്തെ സംസാരിച്ച ചില ഭക്ഷണത്തോടുള്ള വിരക്തി മാതിരിയാണ്. ഒരു സ്ത്രീയുടെ മുലകൾ പോലെ തന്നെ ലൈംഗിക ആകർഷണം ഉണർത്തുവാൻ ശക്തിയുള്ള ഒരു അവയവമാണ് അവരുടെ പിൻഭാഗം. 19ാം നൂറ്റാണ്ടിലെ വിക്ടോറിയൻ ഇംഗ്ലണ്ടിൽ ഒരു സ്ത്രീയുടെ പിൻഭാഗം പുറത്തോട്ട് തള്ളി എടുത്തു കാണിക്കുന്ന വസ്ത്രങ്ങളായിരുന്നു സ്ത്രീകൾ ധരിച്ചിരുന്നത്. ഇന്ന് അത് ബ്രസീലിയൻ ബട്ട് ഇംപ്ലാന്റുകളായിട്ട് മാറി.
ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും പല പുരാതന സമൂഹങ്ങളിലും ഏനൽ സെക്സ് എന്ന് പറയുന്നത് മനുഷ്യരെ ലൈംഗിക സുഖത്തിനും രതിമൂർച്ചയ്ക്കുമൊക്കെ വേണ്ടി ഏർപ്പെട്ടിരുന്ന ഒരു പ്രവൃത്തി തന്നെയായിരുന്നു എന്നുള്ള സത്യം. അതിൻ്റെ കാരണം മലദ്വാരം എന്ന് പറയുന്നത് വളരെയധികം വികാരമുണർത്തുവാൻ കഴിവുള്ള നെർവ് എൻഡിങ്സുകൾ അടങ്ങിയിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് എന്നുള്ളത് കൊണ്ടാണ്. പല സമൂഹങ്ങളും മലദ്വാരത്തിലൂടെയുള്ള സെക്സിനെ ഈ കോണ്ടമൊക്കെ വരുന്നതിന് മുമ്പുള്ള ഒരു ഗർഭനിരോധന മാർഗമായിട്ട് കൂടെയാണ് കണ്ടിരുന്നത്. കാരണം ഏനൽ സെക്സിലൂടെ ഒരു സ്ത്രീക്ക് ഗർഭിണിയാകാൻ സാധിക്കത്തില്ല. ഈ കുണ്ടിയുടെ ആകർഷണത്തിന് പരിണാമത്തിലുണ്ടായിരുന്ന ഒരു പങ്കിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഏനൽ സെക്സിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ദമ്പതികൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. ഇതിൽ ഏറ്റവും പ്രധാനം പരസ്പരമുള്ള സമ്മതം തന്നെയാണ്. അതില്ലെങ്കിൽ ഏനൽ സെക്സ് അല്ല, എന്ത് തരം സെക്സ് ആയാലും അതൊരു പീഡനമായിട്ട് മാറും. യോനിയെ അപേക്ഷിച്ച് മലദ്വാരത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതിന് സ്വയം ലൂബ്രിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവില്ല എന്നുള്ളതാണ്. ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് യോനിയിൽ ഉണ്ടാകുന്ന നനവിനാണ് ഈ ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ലൂബ്രിക്കേഷനാണ് ആ നടക്കാൻ പോകുന്ന ലൈംഗിക പ്രവൃത്തി വേദനാരഹിതവും സുഖകരവുമായിട്ടുമൊക്കെ മാറ്റുന്നത്. സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ പ്രത്യേകിച്ചും പുരുഷന്മാരിൽ ഏനൽ സെക്സിനോടുള്ള ഒരു ആകർഷണം കൊണ്ടുവന്നത് പോണോഗ്രഫിയാണ്. ഏനൽ സെക്സ് ചിത്രീകരിക്കുന്ന പോൺ കാണുവാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നത് പുരുഷന്മാരാണ്. അതിൻ്റെ അർത്ഥം സ്ത്രീകൾക്ക് താല്പര്യമില്ല എന്നല്ല. സ്ത്രീകൾ താല്പര്യം കാണിക്കുന്ന ഏനൽ സെക്സ് ആണ് ഈ പെഗ്ഗിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു സ്ത്രീ ആയിരിക്കും ലിംഗത്തിന് സമാനമായിട്ടുള്ള ഒരു ഉപകരണം ഉപയോഗിച്ച് ആ പുരുഷനുമായിട്ട് സെക്സിൽ ഏർപ്പെടുന്നത്. അതിൻ്റെ അർത്ഥം ആ പുരുഷൻ ഗേ ആണ് എന്നല്ല. ഏനൽ സെക്സ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും സ്വർഗാനുരാഗികളല്ല. അപ്പോൾ ഈ പെഗ്ഗിങ്ങിലൂടെ ഉണ്ടാകുന്ന ഒരു റോൾ റിവേഴ്സൽ, പങ്കുമാറ്റം പല സ്ത്രീകളെയും ആകർഷിക്കുന്ന ഒന്നാണ്. പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് എതിർലിംഗത്തോട് താല്പര്യം കാണിക്കുന്ന ഏകദേശം 46% പുരുഷന്മാർക്കും 35% സ്ത്രീകൾക്കും ഏനൽ സെക്സിൽ താല്പര്യമുണ്ട് എന്നാണ്. പക്ഷേ ഇത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഈ ഒരു താല്പര്യം തികച്ചും വ്യക്തിഗതമായിരിക്കും എന്നുള്ളതാണ്. ഏനൽ സെക്സിനോടുള്ള സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് മാത്രമല്ല പല സ്ത്രീകളുടെയും ഈ ഒരു വിരക്തിക്ക് പിന്നിലെ കാരണം. പിന്നെ എന്താണ്? ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ച് ചെയ്യുന്ന സെക്സിനെ അപേക്ഷിച്ച് പ്രയാസമേറിയതും വളരെയധികം പ്രാക്ടീസ് വേണ്ടതുമായിട്ടുള്ള ഒരു ലൈംഗിക പ്രവൃത്തിയാണ് ഈ ഏനൽ സെക്സ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ സാവധാനത്തിലും വളരെ അധികം ലൂബ്രിക്കൻസ് ഒക്കെ ഉപയോഗിച്ചും മാത്രം ചെയ്യേണ്ട ഒന്നാണ്. കാരണം യോനി പോലെ നാച്ചുറലായിട്ട് ലൂബ്രിക്കേഷൻ സംഭവിക്കുന്ന ഒരു അവയവമല്ല ഈ മലദ്വാരം. അതുകൊണ്ട് അവിടെ ലൂബ്രിക്കൻസ് ഉപയോഗിച്ചില്ല എങ്കിൽ ആ ഒരു ലൈംഗിക പ്രവൃത്തി വളരെയധികം വേദനാജനകമായിട്ട് മാറും. സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ പലപ്പോഴും ഏനൽ സെക്സിന് വിധേയമാക്കപ്പെടുന്നത് സ്ത്രീകളായിരിക്കും. അപ്പോൾ അവിടെ നല്ലവണ്ണം ലൂബ്രിക്കൻസ് ഉപയോഗിച്ചില്ല എങ്കിൽ ആ ലൈംഗിക ബന്ധം വിരക്തിയും വേദനയും ഒക്കെ സൃഷ്ടിക്കാൻ ഇടയാക്കും. എൻ്റെ അടുക്കൽ സംസാരിച്ച ആ യുവതിയെ പോലെ പല സ്ത്രീകൾക്കും ശരിയായ ലൈംഗിക വിദ്യാഭ്യാസം ലഭിക്കാത്തത് കൊണ്ട് തന്നെ സെക്സിൽ ഏർപ്പെടുന്നത് തന്നെ പലപ്പോഴും വേദനാജനകമായിട്ടുള്ള ഒരു അനുഭവമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഏനൽ സെക്സ് പോലെ പ്രയാസമേറിയതും കൂടുതൽ പരിശീലനവും സമ്മതവും ഒക്കെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ലൈംഗിക പ്രവൃത്തിയിൽ പല സ്ത്രീകൾക്കും വിരക്തി ഉണ്ടാകുന്നതിൽ അതിശയമുണ്ടോ? അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. So until next time, this is Sangeet Sebastian signing off for VVox. Just sex, no shame.